അപ്പൊ നമ്മളെ ബോളിയുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ പോവാണ്. വാട്ട് ആർ യു മേക്കിംഗ് ബ്രോ? ഫിഷ് ഫ്രൈ. ഹായ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രത്യേക ഒരു ഒക്കേഷന് വേണ്ടിയിട്ടുള്ള വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. പക്ഷേ നമ്മൾ കേരളത്തിൽ തന്നെ ഓണം കഴിഞ്ഞൊരു 28 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഓണാഘോഷമുണ്ട്. അതിനെ ഓണാട്ടുകര ഓണം എന്നാണ് നമ്മൾ എല്ലാവരും വിളിക്കുന്നത്. അത് ഈ തെക്കൻ ജില്ല എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അവിടെയുള്ള ജില്ലകളിലെ ഒരു മെയിൻ ആഘോഷമാണ്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ട് ഈ 28ാം ഓണം ആഘോഷിക്കണമെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർക്ക് ഭയങ്കര ഒരു മോഹം. അപ്പോൾ അത് ആഘോഷമുള്ളതാണ് നമ്മളങ്ങ് തീരുമാനിച്ചത്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഒരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ എനിക്കും നമ്മൾ ഇതുവരെ അങ്ങനെ സംഭവം ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ 28ാം ഓണം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓണം ആഘോഷിക്കാം എന്നൊരു രീതി നമുക്ക് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയറിൽ നമ്മളെ എല്ലാ കൂട്ടുകാരും അതിനുള്ള പ്രിപ്പയറിലാണ്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഹോസ്റ്റലിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും ഇത് ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് നമ്മൾ ആഘോഷിക്കാനുള്ള ഒരു രീതിയിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുക, അതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മളെല്ലാവരും ഇത് ഫുഡ് കഴിച്ച് ഈ ഓണാട്ടുകാര ഓണം അല്ലെങ്കിൽ 28ാം ഓണം നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോബിയാസ്. അപ്പോഴീ 28ാം ഓണത്തിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് അർജുൻ്റെ ഐഡിയ ആണ് കേട്ടോ. അർജുനെ ഞാൻ ഇത് എൻ്റെ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അർജുനെ നമുക്കിന്ന് കാണാം. അർജുൻ മാത്രമല്ല, നമുക്ക് 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് 28ാം ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 28ാം ഓണം നോൺ വെജ്ജിൽ വേണമെന്ന് അർജുന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇത് ഇനി നോൺ വെജ്ജിൽ നമ്മൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് നമ്മൾ സദ്യ എന്ന് പറയണത്. നമുക്ക് നോൺ വെജ് വന്നു കഴിഞ്ഞാൽ തലമണ്ടയ്ക്ക് അടി കിട്ടും, അമ്മാതിരി രീതിയാണ്. പക്ഷെ എന്താണെന്നറിയണം, ഇപ്രാവശ്യത്തെ 28ാം ഓണം നമുക്ക് നോൺ വെജ്ജിൽ നമുക്ക് സദ്യ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അർജുന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നമുക്കും ഓക്കെ പറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി സദ്യ ഓൾറെഡി തിന്നതാണ്, നമുക്ക് ഓണം ആഘോഷിച്ചതാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് നോൺ വെജ് സദ്യ അങ്ങ് ചെയ്യാം. അതിന് കൊടുത്തേക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അർജുൻ ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അർജുൻ്റെ ബീഫ് ഫ്രൈ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി അതേപോലെ തന്നെ അർജുൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം കാണിച്ചിട്ട് പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. എൻ്റെ വീട്ടിലാണ് അത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്രിപ്പയർ ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഹോസ്റ്റ് ചെയ്യുന്നപ്പോൾ ഞാനായി. അപ്പോൾ ഞാൻ അത് ഹോസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലും പോയിട്ട് നമുക്ക് നമ്മളെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരാം. അങ്ങനെ നമുക്ക് ആദ്യം അർജുൻ്റെ വീട്ടിൽ പോയി എന്തൊക്കെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ ട്രാം ഇറങ്ങി അർജുൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യൻ അവിടെ നിന്നാണ് കേട്ടോ, അതുകൊണ്ട് എൻ്റെ മുഖം കാണാൻ അത്യാവശ്യം പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യം അർജുൻ്റെ വീട്ടിലോട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രേഷ്മയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. രേഷ്മ നമ്മളെ കൂടെ ഉള്ളൊരു കൂട്ടുകാരിയാണ്. പുള്ളിക്കാരിയാണ് സദ്യയിൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻറ്റോ ചേട്ടനുണ്ട്, പുള്ളി കന്യാകുമാരിനെ കേട്ടോ. പിന്നെ കന്യാകുമാരി ആയതുകൊണ്ട് പുള്ളിയെ നമ്മളോട് മലയാളിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പുള്ളിയെ നമുക്ക് നമ്മളെ കൂടെ നമ്മളെ ഒരു ഗ്യാതറിങ്ങിൽ അത് ആഘോഷിക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് മട്ടൻ കറിയാണ് പറഞ്ഞിരുന്നത്, പക്ഷേ പുള്ളിക്ക് മട്ടൻ കിട്ടിയില്ല. അതുകൊണ്ട് ഫിഷ് കറി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതും പുള്ളിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എനിക്കും അർജുനും ഒക്കെ ഒരുവിധം നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്നായതുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ബാക്കിയുള്ളവർ നമ്മളെ കൂടെ നിന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവർ കുറച്ചും കൂടെ വടക്കൻ കേരളത്തിൽ നിന്നായതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല, മിക്കവർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി ഈ പോകുന്ന വഴിക്ക് പറഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കർക്കിടകം, ചിങ്ങം, കന്നി, ഈ കന്നി മാസത്തിലെ തിരുവോണ നാളിലാണ് ഈ 28ാം ഓണം വരുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ ആ ഒരു തിരുവോണത്തിൽ തുടങ്ങി നമ്മുടെ ചിങ്ങമാസത്തെ തിരുവോണത്തിൽ നമ്മുടെ മെയിൻ തിരുവോണം നമ്മൾ ആഘോഷിച്ച് നമുക്ക് കന്നി മാസത്തിലെ 28ാം ഓണം, ചിങ്ങം കന്നി, അതെ, കന്നി മാസത്തിലെ തിരുവോണ നാളിലാണ് നമുക്ക് ഈ 28ാം ഓണത്തോടെ നമ്മളെ മെയിൻ എല്ലാ ഓണാശവും തീരുന്നതായിട്ടാണ് നമ്മൾ ഐതിഹ്യം പറയുന്നത്. ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓണാട്ടുകരയിലെ
ആൾക്കാരുടെ മെയിൻ ഒരു വരുമാനം എന്ന് പറയുന്നത് അവർ കൃഷിയായിരുന്നു. അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ എല്ലാവരും ആഘോഷിക്കുമെങ്കിലും ഓണം എന്ന് പറയുന്നത് കൃഷിയുടെ ഒരു ഇതായിരുന്നല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം കന്നിയില തിരുവോണ നാളിൽ അവിടെയുള്ള ആൾക്കാർ, ഓണാട്ടുകാരെ അല്ലെങ്കിൽ ഈ കൊല്ലത്തുള്ള അല്ലെങ്കിൽ ഓച്ചിറയുള്ള ആൾക്കാർ അവരുടെ കന്നുകാലികളെ അവരുടെ മെയിൻ മൂർത്തിയായ ഓച്ചിറ പരബ്രഹ്മത്തിന് സമർപ്പിക്കുമായിരുന്നു ഇത് കഴിഞ്ഞിട്ട്, കൃഷി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമർപ്പണമാണ് വരെ നമുക്ക് ഈ ഒരു 28ാം ഓണത്തിൽ ഈ കച്ച കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ നന്ദികേശന്മാരായി മാറിയത്. ഇത് നമുക്ക് ആദ്യം 20 താഴെ മാത്രമേ നമുക്കിത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പോകെ നമുക്ക് ഈ കൊല്ലത്തും ആലപ്പുഴയിലെ 52 കരയിൽ നിന്ന് 52 നന്ദികേശന്മാരുണ്ടാവും. അതിൽ വെള്ളയും ചുവപ്പുമായിട്ടുള്ള 2 നന്ദികേശന്മാരാണ് ഒരു സെറ്റിലുണ്ടായിരിക്കുക. അതിൽ ചുമപ്പ് ശിവനും വെള്ള പാർവതിക്കും കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഐതിഹ്യം. കാരണം ശിവൻ്റെ വാഹനമാണല്ലോ നന്ദി. അപ്പോൾ അവരുടെ ആ ഒരു കന്നുകാലി ആ ഒരു രീതിയിൽ അവർ ആ ഐതിഹ്യം അവരത് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ സമർപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ അത് ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൻ്റെ വൺ ഓഫ് ദി മെയിൻ ആഘോഷം, അല്ലെങ്കിൽ ഓണം തീരുന്ന യഥാർത്ഥ ആഘോഷം ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത് നമ്മളിതുവരെ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് ആഘോഷിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു മെയിൻ കാര്യം ഞാൻ ഷോർട്സായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്സിൽ ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഷോർട്സും കൂടെ കാണാൻ നോക്കുക. അർജുൻ്റെ വീട്ടിലോട്ട് പോവാം. നമ്മൾ അർജുൻ്റെ വീട്ടിലോട്ട് കയറുവാണേ. മണമൊന്നും വരുന്നില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഇപ്പം മണം വരുന്നുണ്ട് കേട്ടോ. അൻവാ, എന്തായി കാര്യങ്ങൾ? അൻവന്റെ ബീഫ് ഫ്രൈ, അതാ ബീഫ് ഫ്രൈ ഇതാ പാനിരുന്ന് തിളച്ചോണ്ടിരിക്കുന്നു. ദേ രേശു രേശുവിൻ്റെ അടുത്ത് നമ്മൾ പോകാന്ന് വിചാരിച്ചാണ്. പക്ഷേ രേശു ഞാൻ ഇവിടെ വന്നപ്പോൾ, അർജുൻ്റെ വീട്ടിൽ വന്നപ്പോൾ രേശു ഇവിടെ നിൽക്കുന്നു. രേശു, എന്താണ് രേശു ഈ 28ാം ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്? പരിപ്പ് കറി. എന്തായി പരിപ്പ് കറി? എന്തായി പ്രിപ്പറേഷൻ? എന്തായി? ഏത് ഇതാണോ? ഓക്കെ. അപ്പോ നൻപ എന്തായി നൻപന്റെ ബീഫ് കറി, ബീഫ് ഫ്രൈ? അത് ശരി, എനിക്ക് നൻപന്റെ ഓഡിയോ മാത്രമേ ഇടുള്ളൂ, എങ്കിലും പറഞ്ഞോ. ബീഫ് കറി വെച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് എപ്പോഴത്തേക്ക് നമുക്ക് ആയി കിട്ടും? ഇതൊരു 1 മണിക്കൂറിലാവുമെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ബീഫ് ഫ്രൈയും പരിപ്പ് കറിയും നമുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നൻപൻ വളരെ വലിയൊരു പ്രിപ്പറേഷനിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേശുവും മോശമല്ല, രേശുവും കിടപിടിക്കുന്നുണ്ട്. അപ്പൊ ഇനി രേശുവിന്റെ വീട്ടിലൂടെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, രേശുവിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇനി ഈ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആൻഡ്രച്ചേട്ടന്റെ വീട്ടിലോട്ട് നമുക്ക് പോകണം. അപ്പോ അങ്ങോട്ട് പോകുന്ന രീതിക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. രേശു, കമോൺ, പ്രിപ്പയർ യുവർ സെൽഫ്. പരിപ്പ് ചൂടാക്കി, ഇനി അതൊക്കെ പറ രേശു. പരിപ്പ് ചൂടാക്കി ഇനി മിക്സിയിലേക്ക് ഇട്ട് ഞങ്ങൾ 2 അടി അടിക്കണം. ഇത് കൊള്ളാം. എന്തായാലും ഇനിയിപ്പോ മിക്സിയിലിട്ട് 2 അടിയൊക്കെ രേശു അടിക്കാൻ പോവുകയാണ്. അടിച്ച് ഇനി ഇതൊക്കെ ശരിയാക്കി പരിപ്പ് കറി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരാമെന്ന് രേശു പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യത്തിലേക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് പോവാം. ഹായ് നൻപാ. അങ്ങനെ ആൻഡോ ചേട്ടൻ എത്തിയിരിക്കുകയാണ്. ഇനി ആൻഡോ ചേട്ടൻ വാട്ട് ആർ യു മേക്കിംഗ് ബ്രോ? ഫിഷ് ഫ്രൈ. അപ്പോൾ അടുത്ത നോൺ വെജ് ആയ ഫിഷ് ഫ്രൈ ആൻഡോ ചേട്ടൻ്റെ വക ഇവിടെ ഇനി റെഡിയാവാൻ പോവുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കിടക്കാം. അങ്ങനെ ആൻഡോ ചേട്ടൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കറിവേപ്പിലേക്ക് ഇട്ട് ഒന്നും കൂടെ മാരിനേറ്റ് ചെയ്ത് വീണ്ടും ഫ്രൈയിലോട്ട് ഇടുവാണ്. Bro, how long will it take to get fried fully? 15 minutes. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഒരു സെറ്റ് ഇടുന്നത് ശരിയാവുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനി ഇവിടെ നടക്കട്ടെ.
എന്തായാലും ഇത്രയും കാര്യം നമ്മൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോറ് വേണം, പിന്നെ കട്ട്ലറ്റ് ജോസി സിഞ്ചിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേർക്കും വേണ്ട പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോയി കൊടുത്താക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇനി നേരെ ജോസിയുടെ സിഞ്ചിനേരെയും വീട്ടിൽ അങ്ങോട്ട് പോകണം. അവർ പ്രിപ്പയർ ചെയ്യുന്ന അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്നത് കടയിലാണ്. അങ്ങോട്ട് നമുക്ക് ജോസിയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ബീഫുണ്ട്, പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ആൻഡോച്ചേണ്ട വക അത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പ് കറിയുണ്ട്, പിന്നെ ജോസിയുടെ വക കട്ട്ലറ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ചിക്കൻ ആ സമയത്ത് ചിക്കൻ ചെയ്യാനുള്ള ആൾ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിന് പുള്ളി വരുമോയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ചിക്കൻ വാങ്ങിക്കാൻ കടയിലോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ ഒരു ഒറ്റ കടയുള്ളൂ. ഈ ഒറ്റ കടയിൽ തന്നെ അവിടെ നമുക്ക് പ്രശ്നം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാധനം നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രോസൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആൻഡോച്ചേൻ്റെ കയ്യിൽ നമുക്ക് സുരക്ഷിതമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ ആൻഡോച്ചേൻ്റെ വീട്ടിൽ പോയി കുറച്ച് സാധനം കൂടെ എടുത്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് വാങ്ങിച്ചിട്ട് ആൻഡോച്ചേൻ്റെ വീട്ടിൽ പോയിട്ട് നേരെ നമുക്ക് ജോസിയുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആൻഡോച്ചേൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ വന്നപ്പോൾ പുള്ളി അതിൽ നിന്നും ആതിഥേയനായി നമുക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ചായ ഇടുന്നുണ്ട്. പ്ലസ് ആൻഡോച്ചേൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കോള വാങ്ങിച്ചു. ഇപ്പോൾ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് എൻ്റെ മുറി. എന്തായി കാര്യങ്ങളൊക്കെ എന്തായി? വല്ലതും ആയോ? എന്തായി? ഒന്നും ആയില്ലേ? എവിടെ കട്ട്ലറ്റ്? എവിടെ? ഓവൻ്റെ അകത്തോ? ഇതാണോ? പാലുണ്ട്. അതാ നോക്കൂ ബ്രോസ്, നമ്മുടെ കട്ട്ലറ്റ് ജോസി സിഞ്ചിനെയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് പ്രിപ്പറേഷനായിട്ട് വന്നത്. ഇനിയുള്ള പ്രിപ്പറേഷൻ വന്നത് ബോളിയാണ്. അപ്പോൾ ബോളിക്ക് വേണ്ടിയുള്ള മാവ് ഇവിടെ സിഞ്ചനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പ്ലസ് നമുക്ക് ഈ കടല മാവ് ജോസി സിഞ്ചനെയും കൂടെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എൻ്റെ പണിയായിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ ഇത് ചെയ്യേണ്ടി വരും. ഇത് ഇന്ന് ചെയ്യണോ വേണ്ടത് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഭയങ്കര വലിപ്പമൊന്നുമില്ല. ജർമ്മനിയിൽ വളരെ അത്യാവശ്യം ഒരു ബേക്കറി വേണം, എസ്പെഷ്യലി വിന്ററിൽ. ഉറപ്പാണോ? ഉറപ്പിക്കുന്നോ? ലോക്ക് ചെയ്യാമോ? നമ്മളിവിടെ ഇപ്പോ 28 ഓണത്തിന് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കും. ചിക്കൻ നമുക്ക് വെട്ടിയിട്ട് ബോളിയും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ചിക്കൻ വെട്ടിയിട്ട് ബോളി സെറ്റ് ചെയ്യാൻ വേണ്ടി വരാം. അങ്ങനെ നമ്മുടെ ബോളിയുടെ അവസാന ഘട്ടത്തിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജർമ്മനി വന്നിട്ട് കുറേ നാളുകൾ ശേഷം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നല്ല രീതിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സിഞ്ചുവാണ്, പരത്തിയത് ജോസിയുമാണ്. ഇനി നമുക്ക് നല്ലതായിട്ട് ഇത് കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ സാധനം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനവും അവർ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോളി സെറ്റായി, നമ്മുടെ എല്ലാ കറിയും നമുക്ക് സെറ്റായിട്ടുണ്ട്. പായസത്തിൻ്റെ മിക്സ് ആൻഡോ ചേട്ടൻ നേരത്തെ കൊണ്ടുവന്നു കേട്ടോ. അത് ഞാൻ വ്ളോഗിൽ ഇട്ടില്ലായിരുന്നു, കുറച്ച് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ബോളി ഒന്നും കൂടെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി സാധനം എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ വെച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇനി ഫുഡ് കഴിപ്പിലോട്ട് നമുക്ക് പോവാം. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold. അപ്പോൾ നമ്മൾ സദ്യ വിളമ്പി കഴിഞ്ഞു. സദ്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിൽ ആകെപ്പാടെ 2 നോൺ വെജ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവരും അള്ളിപ്പറിച്ച് തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ബാക്കിയൊന്നുമില്ല. ഉള്ളത് വെച്ച് നമ്മൾ എന്നും പറഞ്ഞ് തിന്നുവാണ്. എന്തായാലും കഴിച്ചിട്ട് വരാവേ. തീർന്നു. ഇനി നമുക്കിവിടെ ബോളി ബാക്കിയുണ്ട്, പായസം ഇവിടെ പായസവും ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോളിയിലേക്ക് കയറാം. ഇത് ഞാനും എടുത്ത് എടുക്കാൻ പറയാൻ ഇഷ്ടമുള്ളത്. ഇതിന്റെ മേലെ പായസം ഇട്ട് തിന്നണോ? അതെ. അയ്യോ അത് ചെറുതായി പോയല്ലോ. ബാബുവിനാണോ? ബാബുവിന്റെ കാര്യം മറന്നുപോയി. പുതിയത് ഉണ്ടാക്കണ്ടോ ബാബു? ഇത് പായസം എടുക്കാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒഴി. കറക്ക് കുറുക്ക് ഒഴിക്കങ്ങോട്ട്. തേങ്ങ ഉടക്ക് സ്വാമി. കുറച്ചുകൂടെ ഒഴിച്ചു ഇത് ഒഴിച്ച് കുതിർന്നു പോയി അങ്ങോട്ട്. ചേടാ എന്നാ നെയ്യും പകുതി ഇരിക്കുകയാണ്. നിനക്ക് കുറച്ചുകൂടി സ്നേഹമല്ല ജോസി. എടുക്ക് എല്ലാരും എടുത്തില്ലേ? ഇതിന് പായസം വേണ്ടല്ലോ. താമര പരിപ്പ് കറിയിൽ മുക്കി കഴിക്കും. എന്റെ വയറ് നിറഞ്ഞു. എനിക്ക് കുറച്ച് കഴിക്കുന്നതാണ് ഇത് പായസം ഞാൻ ഗ്ലാസ്സിൽ കുടിക്കുമല്ലോ. ഇതിനകത്തുന്ന ഹൈ ആവത്തില്ല. ഇത് നമുക്ക് ഇതിലോട്ട് കിടക്കാം. മറ്റൊരു ശർക്കര എന്റെ നന്മ ഞാൻ ഇന്ന് എടുത്തോട്ടെ. കഴിച്ചിട്ട് വരാതെ എല്ലാരും കഴിച്ചാലേക്ക് മടക്കി. ഇനി കൂടുതൽ തിന്നാൻ വയ്യ. അപ്പോ 28ാം ഓണം നമ്മളിവിടെ നടത്തുവാണ്. എന്തായാലും 2 സാധനം വെച്ച് 28 ഓണം എന്ന് പറഞ്ഞതിന് വളരെ അധികം ക്ഷമ ചോദിക്കുന്നു. നമുക്ക് അതെങ്കിലും ഇവിടെ കിട്ടിയ തന്നെ മഹാഭാഗ്യം. നമുക്ക് എന്തായാലും എല്ലാവരും 28 ഓണത്തിന്റെ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്താം.